ഗൈസ്, അപ്പോൾ ഇന്നത്തെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമുക്ക് അജ്മലിനെ വിളിക്കണം. അജ്മലിനെ വിളിച്ചിട്ട് ഇന്നൊരു കടന്റെ പ്രൊമോഷൻ ഉണ്ട്. മറ്റേ എന്താ അൾഡ്രീമിൽ പോയി ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ, നമുക്ക് ഒരു ചലഞ്ച് കൂടിയാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്യാൻ. ഏതായാലും അജ്മലിനെ പോയി വിളിക്കട്ടെ. ഇവിടെ ഒരാൾ എന്റെ വ്ളോഗൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എന്റെ മോൻ ഭയങ്കര അതിശാസ്യം വ്ളോഗ് ഇടുന്നു. അപ്പൊ ഓക്കെ, ഞാൻ നേരെ അജ്മലിന്റെ പരി പോയിട്ട് ഓണാക്കി ക്യാമറ. അതേ കാരണം ബെറ്റർ. ഇന്ന് കുറച്ച് ടൈം പോയി. ഓക്കെ, സെറ്റ്. നിഹാലിക്ക വന്നു. നിഹാലിക്ക അവളെ ഗ്യാങ് എത്തിട്ടാ. അല്ല, എല്ലാരും ഉണ്ടല്ലോ. അതാ യഹയോ കൊയിഞ്ഞാടോ. ഇതൊക്കെ നമ്മളിഞ്ഞ് ഗ്യാങ് ആണ്. ഇങ്ങനെ ഒളിഞ്ഞു മാറാ പാടിയാ അല്ലേ? യൂട്യൂബിൽ ഇട്ടേക്കണേ, പോയി കാണ്. ഗ്യാങ് ലീഡർ ഇതാ നിഹാലിക്ക. കാണിച്ചൊക്കെ തരാ, ഞാൻ പിന്നെ വരാം. ഓക്കെ, എല്ലാരും അവനവന്റെ ഇതിൽ പോയി കാണി. കൊണ്ടല്ല അർജന്റ് ആയിട്ട് പോണോ? ഒന്ന് അടിച്ചത് നമുക്കടി, ക്യാമറ നമുക്കടി. ഞാൻ പോയിട്ട് വരാ. എന്റെ പേരറി ആയിഷുവോ? ആ, യഹയു ഒക്കെ പാടെ അവിടെ വ്ളോഗ് ഇട്ടെടുത്ത് കാണണോ? യഹയു എല്ലാരും ഉണ്ടല്ലോ, ഗ്യാങ് ഫുള്ളുണ്ട് സുഹൃത്തുക്കള്. ഹലോ, ഏതാ ഈ പൂക്കി ഷർട്ട് ഇട്ടേക്കണ്? പൂക്കി സാധനോ? പോയോക്കട്ടെ. ഓക്കെ ഓക്കെ, എല്ലാരും ഇന്ന് കാണി. അപ്പോ ബഹുമാനപ്പെട്ട അജ്മലിന്റെ വീട്, അജ്മൽ ഇറങ്ങി ചാടി. അത് അജ്മലിന്റെ ചോട്ടാ ബേട്ടി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോ ഇതാ ബഹുമാനപ്പെട്ട ഷിഫാൻ അവറുകൾ. ഷിഫാനെ, വെൽക്കം അവർ ന്യൂ വ്ളോഗ് ലൈഫ്. എന്ത് പറയുള്ളേ? ഷിഫാൻ ആദ്യമായിട്ട് കാണിക്കാറില്ലേ? പുതിയ ചലഞ്ച് ഉണ്ട്, അതൊന്ന് പോയി നോക്കാം അല്ലേ? ഷിഫാനും നമ്മളിപ്പോ ചലഞ്ചിൽ ഇപ്രാവശ്യം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോ അജ്മലിന്റെ അഞ്ചെത്തി. പോടാ അവിടുത്തെ. പറഞ്ഞോ ഇവരെന്താ കാര്യമായിട്ട് പറയാൻ കേട്ടാ. ഞാൻ ഇതൊന്ന് നോക്കിട്ടെ. ഇതോണി ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചിട്ട് എനിക്ക്. ഇത് ഞങ്ങളെ നാട്. ഞങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ചങ്കട്ടി കുണ്ട് നിന്ന് ഒരു കുണ്ടിലാണ് ഞങ്ങളൊക്കെ പേരാ. അത്ര കുണ്ടൊന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ വെള്ളം വന്ന് ദബടെ കൂടി പിന്നെ അങ്ങോട്ടേയും പോകും. ഇതിന്റെ മെർസിഡീസ് ബെൻസ്, ഇത് ഷിഫാൻ അവറുകൾ. അപ്പോ നമുക്ക് അജ്മലിനെ കൂട്ടിയിട്ട് നേരെ പോവാം. അവിടെ ഒരു ആശാൻ പുതിയ ചലഞ്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യണ്ടിട്ട്. ഒരു ആശാൻ കിടന്നിട്ടുണ്ട്. അവിടെ ദുഃഖം സാഡാണല്ലോ ചെക്കന്. എന്ത് പറ്റി? സാഡ് പോകും ചെക്കന്. സാഡായിട്ടോ അറിയാം. അപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് പോവാ. 2-3 പരിപാടികളുണ്ട്. അപ്പോ ചെറുക്കന്റെ ചലഞ്ച് നോക്കാം. ആദ്യം നമ്മൾ ചലഞ്ച് തീർത്തിട്ട് വരാം. ബാക്കി നമുക്ക് അതിന്റെ അവിടെ നിന്ന് കാണാം. അടി കിട്ടൂല. ഓക്കെ, പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ. അങ്ങനെ അജ്മൽ എത്തി. കൂടെ ഷിഫാനുണ്ട്, വള്ളിക്കണ്ണാട് വെച്ചുകൊണ്ട്. നമ്മള് കൗസറിലേക്കാണ് പോകുന്നത്. അജ്മലെ മന്തിച്ചിട്ട് എത്രയായി? മന്തിച്ചിട്ട് ഇപ്പോ ഏകദേശം 1 മാസത്തിന്റെ അടുത്താണ്. 1 മാസം വരെ മന്തി കഴിക്കാതെ പിടിച്ചു നിന്നു. ഷിഫാൻ എത്രയായി മന്തി വെച്ചിട്ട്? കുറച്ചായില്ലേ? മേലെ പോയോ? ഹലോ, അപ്പോ അങ്ങനെ നമ്മള് കൗസറിൽ എത്തിയിട്ടുണ്ട്. കൗസറിൽ ചെക്കന്മാരൊക്കെ ഒരേ ഫുഡ് അടിയാണ്. ഷിഫാനും അജ്മലും. അജ്മല് ഇപ്രാവശ്യം തിന്ന് തടിമ്പ് പിടിച്ച് കാണണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒക്കെ ശരിയാവും അജ്മലെ. കഴിച്ചോട്. ഇവിടെ വന്നപ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം കണ്ടു. വെൽഡനായി പോയി. നിങ്ങൾ താഴെ പോയിട്ട് വരാം. നിങ്ങൾ കഴിച്ചൂടി. ഏത് കാര്യങ്ങളൊക്കെ ഷിഫാൻ പറഞ്ഞ മാറ്റി തന്നെ. ഇവിടെ നിന്ന് പറയാം. ടോട്ടലി പറയാ 0 ഷുഗർ. ഞാൻ കാണിച്ചതാ. ഇവിടെ 5-6 കോണി കാണുന്നു. കോണിക്കുള്ളിൽ നമുക്ക് നെക്സ്റ്റ് പോണമെന്നുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. കട കാണിച്ചു തരാം. നെക്സ്റ്റ് കാണിച്ചു തരാം. ഇത് കൗസറിന്റെ തൊട്ടപ്പുറത്താണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റോ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നെക്സ്റ്റോക്ക് ഒന്ന് കയറണമെന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നെക്സ്റ്റോ പോവാം. അതേക്കാരം ഒന്നുകൂടെ ബെറ്റർ ആവാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കാണിച്ചു ചെക്കന്മാരത്തിങ്ങനെ പോവാം. ഞാൻ മറ്റു ഒറ്റയ്ക്ക് വക്കൊട്ടി നടന്ന അവസ്ഥ ആവും. അവര് വക്കൊട്ടാൻ പാടിയ ചെങ്ക
പോയി. അപ്പോ വെൽക്കം ബാക്ക്. അതിലും മന്തി കഴിച്ചില്ലേ ഷിഫാനെ? അജ്മലിനെ ഞങ്ങൾ കാണിക്കൂല. ഇപ്പൊ അജ്മൽ എന്തോ പണിയിലാണ്. അജ്മലും സെറ്റ് ആയില്ല. മന്തി കഴിച്ച ചെക്കൻ ക്ഷീണത്തിലാണ്. ബെൽറ്റ് ലൂസാക്കിയാണ്. അപ്പോ ഞങ്ങള് നെസ്റ്റോക്ക് വന്നിരിക്കുന്നു. നെസ്റ്റോ ഷിഫാനെ കണ്ടറിയാം. അവിടെ മുന്നേ ഒരു പൈസക്കാക്കണ്ടല്ലോ. അയാൾ ഇതൊരു ഇന്റർവേർട്ട് സാധനം. ഇതിങ്ങനെ കണ്ണു നോക്കുക. പണി കഴിഞ്ഞ് ദേഷ്യപ്പെട്ടാതെ ആ പൈസ പോടാ പൈസക്ക് പോകുവാണെങ്കിൽ അങ്ങനത്തെ ടീപ്പ്. അപ്പൊ ഞങ്ങള് മന്തിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. ഞങ്ങൾക്ക് വീഡിയോ ഇടുമ്പോ കാണാം. അതിന് ബെറ്റർ. അപ്പൊ ഒന്ന് നെസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നെന്താന്ന് വെച്ചാ ഒന്നും നിസ്കരിച്ചിട്ടില്ല. മഗ്‌രിബ് നിസ്കരിച്ചാ വന്നാണ്. ഇപ്പൊ ടൈമായി. അപ്പൊ നിങ്ങൾ നെസ്റ്റോക്ക് വരുന്ന ഇവിടെ നിസ്കരിച്ചുള്ള സൗകര്യം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചിട്ടുണ്ട്. നിസ്കാരം മെയിൻ ആണ്. പിന്നെ അജ്മൽക്കാരുടെ ഫോൺ ചാർജ് കഴിഞ്ഞു. അപ്പൊ അത് കുത്തിയേക്കണം. ചെക്കൻ്റെ വീഡിയോ കയറ്റണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് ഇതിലേക്ക് വന്നാണ്. അപ്പൊ എന്തായാലും സൗകര്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ ഏതായാലും ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പേടിപ്പിക്കാൻ പോവാ. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പ്ലാന്. ഇതൊന്നും ഓപ്പൺ ആട്ടെ. ശബ്ദത്തിൽ അലോമായി ഗൈസ് പറയാൻ പോണേ. പേടിക്കും. ഇത് മതി. ഫസ്റ്റ് ഫ്ലോർ. അത് ഫസ്റ്റിലാണ്. ജി ഓഫ് ആക്കി നോൺ സ്റ്റോപ്പ് അടിച്ചാളാ. അരിപ്പൊടി, ജീരകം, മഞ്ഞൾ കുത്താൻ. പേടിച്ചാ? ഷിഫാന തിന്നതൊക്കെ പുറത്താടിയാ ഷിഫാനെ. ഏതായാലും നേക്ക് ലിഫ്റ്റിലാണ്. കുറച്ചേരം ഉണ്ടാതൊക്കെ. ഓക്കെ. ഓന കാറമ്മ കുത്തി കൂട്ടാ. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് അജ്മലിന്റെ ഫോൺ കുത്തിയ കിടക്കട്ടെ. അതപ്പൊ നല്ല വോൾട്ടേജ് അല്ലേ? ഇത് ഹൈ വോൾട്ടേജ്. അതെന്തായാലും 10 ഇഞ്ചോട്ട് കാണാം. ഹൈ വോൾട്ടേജ് ആണോ അല്ലേന്ന്. പൊട്ടണി ഫോം ആകും. പിന്നെ 2 കാറ്, ഒരു G-Wagon വിൽക്കാണ്ട്. പിന്നെ അതല്ലേ മറ്റേതാ ഒരു താറ് വിൽക്കാണ്ട്, ഒരു മിനി കൂപ്പറും വിൽക്കാണ്ട്. നമ്മളെ മെയിൻ കൊടുക്കും ഫോണ്. അത്രേ ഉള്ളൂ. അടിയിൽ ഓഫറുണ്ട്. 3000 ഒരു ണല്ലോ. കേറുണ്ടോ? ചെലപ്പോ ഇങ്ങനെ ഷട്ടർ ഇതൊക്കെ ഓഫ് ആവട്ടാ. കറണ്ട് ഇങ്ങനെ ഓഫ് ആവും. അപ്പൊ ഫോൺ അടിച്ചു. പിന്നെ ഫോണേ ഉണ്ടാവില്ല ചിലപ്പോ. അജോ ചിലപ്പോ ഫോണേ ഉണ്ടാവില്ല. സത്യം പറയും ശിവലി. അജു കുത്തേക്ക് ചെയ്യൂലേ? എപ്പോഴെങ്കിലും ഫോൺ ഇപ്പനെ ഒന്നും സംഭവിക്കൂലേ? ഫോൺ അടിച്ചോളൂടാ. വേറെ ഒന്നും ഉണ്ടല്ലോ. അത് ഫോണിന് കേറാണേ. പ്ലഗിനെ കുറ്റം പറയില്ല. മിന്നുണ്ടോ? ചാർജിങ് നമുക്ക് ആട് കൊടുക്കാവാ. താഴെ കൊടുക്കാം. അങ്ങനെയാണെങ്കില് ഒന്ന് മറിച്ചു കുത്തിയോക്കെ. 1 മിനിറ്റ് ചെക്കന്റെ ഫോണൊന്ന് കുത്തിച്ചാട്ടെ. ഒക്കെ സെറ്റപ്പ് ഉണ്ടായിട്ടാലേ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടാണ്. നടന്റെ ഉള്ളിൽ കൂടി കറണ്ട് കൊണ്ട് അജരെ പഠിച്ചു പോയോ? തൽക്കാലം നമുക്ക് താഴെ കൊണ്ടുപോയി കുത്തിയേക്കാം.
ഒരു ഫോണായിട്ട് വന്നാണ് ഇപ്പൊ. ഒക്കെ ശരിയോ വരി ബൈ അയ്യോ താഴെ കൊണ്ട് വിട്ടേക്കാം. ദുബായത്തെ കമ്പനിയാണ് ഞങ്ങളെ ഫോൺ, ഐഫോൺ അല്ല. ദുബായ് കൊണ്ടേ കുത്തിക്കിട്ട് ദുബായ് പോവാ. ഇഫാനെ ബാ കുത്തിച്ചിട്ടാ 500 ആൾക്കാരാ ഇപ്പോഴും ഓണാക്കിയത്. 500 ആൾക്കാരാ സെൽഫി മനസ്സിലായിട്ടില്ല. ഹർഷിത എന്താ ഇങ്ങനെ കായലേ? നിങ്ങള് ജസ്റ്റ് ഇവിടെ മോശമാണ്. യൂട്യൂബാണ് ആരുമല്ല. നിങ്ങള് കൊളാബൊക്കെ ഇട്ടാ എയർടെലാക്കി അനക്കെന്താ ലാഭം? എയർടെലിന്റെ പ്രൊമോഷനും 500 അഹങ്കാരം. 7 മുട്ടായി എടുത്തോ. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വേണ്ട നമ്പർ ലീക്ക് ആവും. ആർക്കും കൊടുക്കലട്ടാ. എല്ലാം ഉണ്ട് സാധനം ഇവിടെ ഉണ്ട്. സാധനം അയ്യോ പറ്റിച്ചു നമ്മളെ. പൈസ എറിയണ്. കേസ് പോലീസിനെ വിളിച്ചു ഇപ്പൊ തന്നെ. കവർ വേണോ? യൂട്യൂബാണ് ആരും കണ്ട. അതൊന്നും പടില്ല. ഇത്ര പ്രൊമോഷൻ ചെയ്ത് കൊടുക്കേണ്ടി വെറുതെ. എക്സ്ട്രാ പൈസ ആ ഒരു ദിവസം പോയി 500 കിട്ടൂല. ഇപ്പൊ 500 ഒക്കെ ഉണ്ട്. ഇപ്പൊ 700 കിട്ടും. വെറുതെ പറയണേ. അവിടെ കണ്ടിട്ടേ കൊടുത്തേ. കോഴിക്കോടി കൊടുത്താൽ ഇതടിക്ക അതെല്ലാം പോയിട്ടാ. ഹൈ ഗൈസ്, അപ്പൊ കുറച്ച് ലാഗ് അടിച്ചു എന്നാലും കുഴപ്പമില്ല. ഇന്ന് ഞങ്ങള് ജിമ്മും കഴിഞ്ഞിറങ്ങി. അജ്മൽക്കാതാ കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി എന്താ അജ്മലെ പെരി പോണം. ഒന്ന് ഞാൻ കുറച്ച് സാധനം കാണിച്ചില്ല. ഏതായാലും ഇന്നത്തെ വ്ളോഗ് എന്തെങ്കിലും ലെങ്ത് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. വേറെ ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചിട്ടുണ്ട് ഞങ്ങക്ക്. ഇൻഷാ അല്ലാ പിന്നൊരു വീഡിയോ മതിലേക്ക് ചെയ്യാം. എന്നാലും ഒക്കെ സെറ്റ് ആവും. എന്തിനു രാജ? കിരീടം എന്തിനു രാജ? രാജാവാൻ വേണ്ടി കിരീടം എന്തിനു രാജ? അപ്പോ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇനി ഷാഹിദിന്റെ വക ഒരു ചെറിയൊരു മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും പോയി മോട്ടിവേഷൻ മോട്ടിവേഷൻ ഇൻ ദ ബോൾ ഷാഹിദ്.